ശ്രീ കെ ആശ ഇപ്പം 2-ാം ടേം ഇവിടെ MLA ആയിട്ടിരുന്നു. 3-4 കുറ്റി വയ്ക്കുമ്പോൾ ചോറ് റോട്ടിലിട്ടിട്ടുണ്ട്. അപ്പം അത് വേരും പിടിച്ചിട്ടുണ്ട്. സത്യമായിട്ട് മാറ്റി നോക്കിയാൽ വേര് പിടിച്ച് JCB വന്നു മാന്തണമെങ്കിൽ ഇതുവരെ ആ റോഡിൻ്റെ ഒരു പുരോഗമനം നടന്നിട്ടില്ല. അതുപോലെ തന്നെ വൈക്കത്ത് ആശുപത്രി, ഞാനടക്കം ഈ വൈക്കത്ത് ആശുപത്രി ഒരു ഗ്യാസിൻ്റെ പെയിൻ വന്ന് പോയാലും, അതായത് ഈ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാർ ഒറ്റ ആളില്ല അവിടെ. ഉടനെ പാതിരാത്രി 12 മണിക്കായാലും മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള പിറ്റേ ദിവസം ബോഡിയായിട്ട് തിരിച്ചു വരുള്ളൂ. അതിനൊരു ആൻസർ അടുത്ത വർഷം പറയട്ടെ. അല്ല, ഇത് എല്ലാ ജനസഭകളിലും ഉയർന്നു വരുന്നൊരു കാര്യമാണ്. കാരണം ജില്ലാ ആശുപത്രി, ഒരു മിനിറ്റ് സുജി ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ജില്ലാ ആശുപത്രികൾ വലിയ വികസനം എന്ന് പറയും, വലിയ കെട്ടിടങ്ങൾ പണിതു എന്നൊക്കെ പറയും. പക്ഷേ അവസാനം അവിടെ ഏതെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ റെഫർ ചെയ്യും മെഡിക്കൽ കോളേജിലേക്ക്. പിന്നെ എന്തിനാ ഈ ജില്ലാ ആശുപത്രികൾ? ജില്ലാ ആശുപത്രി അല്ല, ഒന്നാമത് ആവട്ടെ, എന്തായാലും ഒരു ആശുപത്രിയല്ലേ. താലൂക്ക് റഫറൻസ് ഹോസ്പിറ്റൽ. ഓക്കെ, പറഞ്ഞോട്ടെ. അപ്പൊ താലൂക്കിൽ ചികിത്സയില്ലേ? അല്ല, അവതാരകൻ ആൻസർ പറയാനാണെങ്കിൽ അവതാരകൻ പറഞ്ഞാൽ മതിയല്ലോ. എന്നോടാണ് ചോദ്യമെങ്കിൽ ഞാൻ പറയാം. പറയൂ. അല്ല, അദ്ദേഹം പറഞ്ഞു. ഞാൻ താലൂക്ക് ആശുപത്രിയിലെ ചികിത്സ എന്താണെന്നും ജില്ലാ ആശുപത്രിയിലെ ചികിത്സ എന്താണെന്നും സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ചികിത്സ എന്താണെന്നും ഉള്ളതൊക്കെ മിനിമമായി ഒരു അവതാരകൻ മനസ്സിലാക്കേണ്ടതാണ്. അത്രേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ 2 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതും കൂടി കൂട്ടി പറയാം. ഈ അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ ഫർണിച്ചർ അടക്കം വന്നു. പിന്നെ അത് ഉദ്ഘാടനം നടത്തിയത് ടീച്ചറാണ്. അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നില്ല. ഒന്ന്, ആ കെട്ടിടത്തിലേക്ക് താൽക്കാലികമായി ഗവൺമെൻറ് താലൂക്ക് റഫറൻസ് ഹോസ്പിറ്റൽ മാറ്റി പ്രവർത്തിക്കുക. ആ ഹോസ്പിറ്റലിനാണ് ഇന്ത്യ ഭരിക്കുന്ന NDAയുടെ ഗവൺമെൻറ് അംഗീകാരം നൽകിയത്. ഇവിടെ കൊടുക്കുന്ന ഫെസിലിറ്റികളുടെ പ്രത്യേകത കൊണ്ടാണ്. സ്കാനിങ് അടക്കം എല്ലാ കാര്യങ്ങളും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം കാര്യങ്ങളാണോ ആശുപത്രിയിൽ കിട്ടേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ട്. പാമ്പ് കടിയേറ്റ് വരുന്ന ഒരു രോഗിക്ക് പാമ്പ് ചികിത്സ നടത്താൻ കഴിയില്ല. അത് കേരളത്തിലേതെന്നല്ല, ഇന്ത്യയിലെ താലൂക്ക് ആശുപത്രികളിൽ നടക്കില്ല. വെന്റിലേറ്റർ ഫെസിലിറ്റികൾ താലൂക്ക് ആശുപത്രികളിൽ വളരെ ചുരുക്കമാണ്. ഇവിടെ ബേസിക് വെന്റിലേറ്റർ അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം ചികിത്സകൾ നടത്തുമ്പോഴും കാത്തടക്കം വരുന്ന ആളുകൾക്ക് കാർത്തിലാബ് അടക്കമുള്ള ഫെസിലിറ്റികൾ ഒരു താലൂക്ക് ആശുപത്രിക്കും ഇപ്പോൾ നിലവിൽ എങ്ങുമില്ല. അത്തരം ഫെസിലിറ്റികൾ ഉള്ള ഹോസ്പിറ്റലുകളിലേക്ക് വിടുന്നത് കൊണ്ടാണ് ഇത് റഫറൻസ് താലൂക്ക് ആശുപത്രി എന്ന പേരുള്ളത്. ആ ആശുപത്രിയിൽ ഒരു റഫറൻസ് താലൂക്ക് ആശുപത്രിക്ക് വേണ്ടതായിട്ടുള്ള മുഴുവൻ ഫെസിലിറ്റീസും ഇന്ന് നിലവിൽ ആ ആശുപത്രിക്ക് ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ് പോലും ഈ ആശുപത്രിയെ 1ാമത്തെ ആശുപത്രിയായി അംഗീകരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. അത്തരം ഒരു സാഹചര്യം നിൽക്കുക. ഏതെങ്കിലും ഒരു ഗ്യാസ്ട്രോളജി പ്രോബ്ലം വന്നാൽ അയാൾക്ക് രോഗിക്ക് അയാൾ എക്സ്പീരിയൻസ് ഹാൻഡ്സ് ആയിട്ടുള്ള ഒരാളായിരിക്കണമെന്നില്ല. ടെക്നിക്കൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർക്ക് അത് ഡിസൈൻ ചെയ്യാൻ കഴിയൂ. അയാളുടെ അസുഖം ഗ്യാസ്ട്രോളജി ആണോ, കാർഡിയോളജി ആണോ, മറ്റേതെങ്കിലും ഓളജിയാണോ എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അവരതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. അതിനെ തടസ്സപ്പെടുത്തി നിൽക്കുവാൻ ഒന്നും കഴിയുന്നൊരു സ്ഥിതി നിലവിലില്ല. ആ സാഹചര്യം മാറണമെങ്കിൽ വീണ്ടും ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് വരുമ്പോൾ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒറ്റ സംശയം, ഏത് അംഗീകാരം കൊടുത്തത്? ഏറെ അഭിമാനപൂർവ്വം പറയുന്നു, നരേന്ദ്രമോദിയുടെ ഒന്നും അംഗീകരിച്ചില്ലെങ്കിലും നരേന്ദ്രമോദിയുടെ അവാർഡിനെ അംഗീകരിക്കുന്നുണ്ടല്ലോ. അതിനൊരു അഭിനന്ദനം ഉണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. വൈക്കം താലൂക്ക് ആശുപത്രിക്ക് അവാർഡ് കിട്ടി. അത് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യത്തിന്റെ പശ്ചാത്തലത്തിലാണോ, ആശുപത്രിയിൽ നിന്ന് നൽകുന്ന സേവനങ്ങളുടെ അവിടുത്തെ ജീവനക്കാരുടെ ഡോക്ടർമാരുടെ പ്രവർത്തനത്തിന്റെ മികവിനാണോ അവാർഡ് കിട്ടിയത് എന്ന് പറയണം. രണ്ടാമത്തെ കാര്യം, നാഷണൽ ഹെൽത്ത് മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്കല്ലേ ഈ കേന്ദ്ര സർക്കാരിന്റെ അവാർഡ് ഈ ആശുപത്രിക്ക് കിട്ടിയിട്ടുള്ളത് എന്നും കൂടി സൂചന ഒന്ന് വ്യക്തമാക്കാവോ? ഈ ആശുപത്രി പ്രവർത്തിക്കുന്നതിന്റെ ബഹുഭൂരിപക്ഷം പണം എന്ന് പറയുന്നത് നാഷണൽ ഹെൽത്ത് മിഷന്റെ NHMന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്, സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല. അപ്പൊ സംസ്ഥാന സർക്കാരിന് എന്ത് നേടാണ് അവിടെ പറയാനുള്ളത്? രണ്ടാമത്തെ കാര്യം, ഇവിടെ ഷിബുവും സൂചിപ്പിച്ചു, ഇവിടെ കാർഡിയോളജി ഇല്ല, ഹൃദ്രോഗം വന്നാൽ ആള് മരിക്കുകയെ രക്ഷയുള്ളെന്നൊക്കെ പറഞ്ഞു. ഷിബു മനസ്സിലാക്കേണ്ടത്, ഷിബുവിൻ്റെ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന വൈക്കം നഗരസഭയുടെ ഉടമസ്ഥാവകാശത്തിലാണ് ഈ ആശുപത്രി, വൈക്കം താലൂക്ക് ആശുപത്രി പ്രവർത്തിക്കുന്നത്. ഈ ആശുപത്രിയിൽ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച്, തെറ്റുണ്ടെങ്കിൽ ഇവർക്ക് 2 പേർക്കും തിരുത്താം, കേൾക്കുന്നവർക്കും തിരുത്താം, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതനുസരിച്ച് താലൂക്ക് ആശുപത്രികളിൽ കേരളത്തിൽ ഒരിടത്തും കാർഡിയോളജി സംവിധാനമില്ല.
കാർഡിയോളജി സംവിധാനം വേണമെങ്കിൽ അത് ജില്ലാ ആശുപത്രിയാക്കണം. വൈക്കം താലൂക്ക് ആശുപത്രി എന്തുകൊണ്ട് ജില്ലാ ആശുപത്രിയായി അപ്ഗ്രേഡ് ചെയ്യാൻ ഇവിടുത്തെ ഇടതുമുന്നണിയും ഐക്യമുന്നണിയും തയ്യാറാകുന്നില്ല? അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ആശുപത്രിയുടെ ഭരണാവകാശം ഈ നഗരസഭ ഭരിക്കുന്നവർക്ക് വേണം. അത് ഇടതുമുന്നണി ആയാലും വലതുമുന്നണി ആയാലും. എന്തിനെന്നറിയോ? അവിടെ നടക്കുന്ന താൽക്കാലിക നിയമനം, ആ താൽക്കാലിക നിയമനത്തിലൂടെ അഴിമതി നടത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ അവസരം വൈക്കത്തെ സർവ്വസാധാരണക്കാരനായ പട്ടിണിപ്പാവങ്ങളായ വൈക്കത്തെ ആളുകൾക്ക് ചികിത്സ നിഷേധിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഓക്കെ, ഷിബുവിന്റെ അഭിപ്രായം കൂടി ഈ വിഷയത്തിൽ. ഒരു മിനിറ്റ് ഇതേ, ബിജു പറഞ്ഞത് ആശുപത്രി ഇവർ രണ്ടുപേരും തമ്മിലാണ് കുറെ നേരമായിട്ട് തുടങ്ങുന്നത്. അതെ, താങ്കൾ പറയും, ഇടപെട്ട് സംസാരിക്കാം. അതല്ലേ കുറെ ഷിബു പറയൂ അതിനെക്കുറിച്ച്, ഞങ്ങൾ കേൾക്കട്ടെ. ഈ ആശുപത്രി വൈക്കം താലൂക്ക് ആശുപത്രി ഇവരാരും ഉണ്ടാക്കിയ സാധനമൊന്നുമില്ല. 100 വർഷം മുമ്പ് അതെന്ത് വർത്തമാനാ? വൈക്കം സത്യ പറയാമോ? 100 വർഷം മുമ്പ് ഇതൊക്കെയാണോ? 100 വർഷം മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ. പറയുന്ന ഭാഷയൊക്കെ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ എന്നൊക്കെ അവരാരകൻ അത് കേൾക്കുമ്പോ മനസ്സിലാവില്ല. മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ 100 വർഷം മുമ്പ് മാത്രമാണോ പ്രശ്നം? 100 വർഷം മുമ്പ് ആശുപത്രി ഉണ്ട്. LDF-ന്റെ UDF-ന്റെ ആളുകൾ വലിയ സാഹിത്യകാരന്മാരെന്ന് എനിക്ക് തോന്നുന്നു. 100 വർഷം മുമ്പ് വളരെ 100 വർഷം മുമ്പ് സംസാരിക്കുന്നത്. 100 വർഷം മുമ്പ് ഈ ആശുപത്രി ഉണ്ട്. വൈക്കം സത്യാഗ്രഹികൾ മർദ്ദനമേറ്റപ്പോൾ ചികിത്സ നേടിയ ആശുപത്രി ഇതാ. ഇവിടെ ഇതിന് വലിയ ചരിത്രമുണ്ട്. ഈ ആശുപത്രി ഇത്രയും കാലം 61 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആളുകൾക്ക് ഇതിൻ്റെ വളർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരോട് പറയാൻ? മുനിസിപ്പാലിറ്റിയുടെ കാര്യം പറഞ്ഞു. മുനിസിപ്പാലിറ്റിക്ക് അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഡോക്ടറെ നിയമിക്കാൻ, മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ആരോഗ്യ വകുപ്പിനാണ്, സംസ്ഥാന ആരോഗ്യ വകുപ്പിനാണ്. UDF സർക്കാരിന്റെ കാലത്ത് എന്ത് ചെയ്തു? UDF സർക്കാരിന്റെ കാലത്താണ് ഇവിടെ ഉണ്ടായ വികസനങ്ങളെല്ലാം ഈ ആശുപത്രിക്ക് വേണ്ടി നടന്നിരിക്കുന്നത്. ഞാൻ പറയട്ടെ ഈ വൈക്കത്ത് ഇപ്പൊ പറയുന്നുണ്ട്, വൈക്കത്ത് KK ബാലകൃഷ്ണന്റെ കാലത്ത് പറയാം, KK ബാലകൃഷ്ണൻ തുടങ്ങി വെച്ച പദ്ധതികളാണ് ഇപ്പോ സുജിന്റെ പാർട്ടി അവകാശപ്പെടുന്നത്. KK ബാലകൃഷ്ണൻ അല്ല, ഷിബു പറഞ്ഞ ഒരു കാര്യം ശരിയാ. ടൂറിസം മേഖലയ്ക്ക് വേണ്ടി ദ്രവിച്ചു പോയിട്ട് കാലം കുറയായി. അതുകൊണ്ടാണ് പുതിയ ആശുപത്രി വന്നത്. ടൂറിസം മേഖലയ്ക്ക് വേണ്ടി വലിയ പദ്ധതി ആസൂത്രണം ചെയ്തതാണ് KK ബാലകൃഷ്ണൻ. ഇവിടെ നടരാജ വിഗ്രഹം, വൈക്കം കായലിൽ നടരാജ വിഗ്രഹമടക്കം സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ ടൂറിസത്തിന് വേണ്ടി വലിയ പദ്ധതികൾ കൊണ്ടുവന്നു അദ്ദേഹം. ഇവിടെ പാലങ്ങൾ 91-ൽ KK ബാലകൃഷ്ണൻ പ്ലാൻ ചെയ്ത പാലങ്ങളാണ് ഈ പറയുന്ന ശരി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വൈക്കത്ത് ആശുപത്രിക്ക് അന്ന് ഈ പ്രശ്നങ്ങളില്ലായിരുന്നു. വൈക്കത്ത് ആശുപത്രിക്ക് ഇത് റഫറൽ ആശുപത്രി എന്ന് പറയും. ഇവിടെ ഒരു അസുഖവുമായി വന്നാൽ നേരെ മെഡിക്കൽ കോളേജിലേക്ക് അയക്കുക. ആംബുലൻസ് അല്ല വേണ്ടത്. വൈക്കം ഹോസ്പിറ്റലിലേക്ക് ഒരു ബസ് തന്നെ ഏർപ്പെടുത്തേണ്ടി വരും. ആംബുലൻസ് കൊണ്ട് തീരില്ല.